ഡോക്ടർ അനൂപ തോമസ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, PRS ഹോസ്പിറ്റൽ. കോൺസ്റ്റിപ്പേഷൻ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ പേരൻസ് സാധാരണ ഇതൊരു ടെമ്പററി കാര്യമായിട്ട് വിചാരിച്ച് ഇഗ്നോർ ചെയ്യാണ് പതിവ്. പക്ഷെ അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പോൾ അതൊരു ക്രോണിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ദീർഘനാളത്തെ പ്രോബ്ലം ആയിട്ട് മാറാറാണ് പതിവ്. കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി മോഷൻ പോവാതിരിക്കുന്നത് മാത്രമല്ല, ഹാർഡായിട്ട് മോഷൻ പോവുക, മോഷൻ പോകുമ്പോൾ വേദനിക്കുക, മോഷൻ പോകണം എന്ന് തോന്നുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുക, എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കുക, നിന്നോണ്ട് മോഷൻ പോവുക, മോഷൻ പോകുമ്പോൾ വേദന പറയുക, ഇതൊക്കെ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ കാരണം കുട്ടികളിൽ വിശപ്പില്ലായ്മയും പ്രോപ്പറായിട്ട് വെയിറ്റ് വെക്കാതിരിക്കുന്നതും ഇതിന്റെ ഫലമായി സംഭവിക്കാം. 90% നമ്മൾ കുട്ടികളിൽ കാണുന്ന കോൺസ്റ്റിപ്പേഷനും ബിഹേവിയറലാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ നിന്ന് വരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറ്റ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് കുറവ്. രണ്ടാമത് അമിതമായ റിഫൈൻഡ് ഫുഡുകൾ കഴിക്കുക, എസ്പെഷ്യലി ബിസ്ക്കറ്റുകൾ. വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുക. പിന്നെ വരുന്നതാണ് ബിഹേവിയർ. അവര് വേദനയോടെ മോഷൻ പോകുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ അപ്പി പോകാൻ തോന്നിയാലും അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ബിഹേവിയർ. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ അവരെ പ്രോപ്പറായിട്ട് അവർക്കൊരു പോട്ടി ട്രെയിനിങ് കിട്ടാതിരിക്കുക. അപ്പോൾ പേരൻസിന് ഇതിനെപ്പറ്റി എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്ന്, അവരുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും എല്ലാ കുട്ടികളും കഴിച്ചിരിക്കും. ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ, ബിസ്ക്കറ്റ് മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പാലിന്റെ അളവ് ഒരു 200 ml അല്ലെ ഒരു ഗ്ലാസ് പാല് മതി. ഒരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാത്ത പാല് മതി ഡെയിലി. ആയിട്ട് അവർക്കൊരു ടോയ്ലറ്റ് ഷെഡ്യൂൾ എന്നും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. യൂഷ്വലി പേരൻസ് എന്താ ചെയ്യാച്ചാൽ അവര് രാവിലെ എണ്ണീറ്റ ഉടനെ അവരെ ടോയ്ലറ്റിൽ ഇരുത്താണ് പതിവ്. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ തോന്നുന്നത് അവര് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്. അപ്പോൾ രാവിലെ വൈകുന്നേരവും ഒരു 5 to 10 minutes ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ ടോയ്ലറ്റിൽ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോട്ടിയിൽ ഇരുത്തി ശീലിപ്പിക്കണം. കൊച്ചു കുട്ടികളാണെങ്കിൽ പോട്ടിയിലിരുന്ന മോഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം, അതൊരു കുഞ്ഞു കളർ പെൻസിലാവാം, എന്തെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അവർ ചെയ്ത കാര്യം വളരെ നല്ലൊരു കാര്യമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങും. ഇതിനോടൊപ്പം തുടക്കത്തിൽ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് അതിന്റെ മരുന്നുകളും കൂടി ഇതിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികൾക്ക് വളരെ സേഫും ഇഫക്റ്റീവുമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കോൺസ്റ്റിപ്പേഷനായിട്ട്. സാധാരണഗതിയിൽ അത് ഒരു ഫ്യൂ മന്ത്സ് ഒക്കെ എൻ്റെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. കുട്ടികൾ എങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അത് കുറേശ്ശെ മരുന്ന് കുറച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. സാധാരണ പേരൻസ് അത് സ്വമേധയായിട്ട് നിർത്തിയിട്ടാണ് വരാറ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ വീണ്ടും വരികയും നമ്മൾ ഒന്നേന്ന് വീണ്ടും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരാറുണ്ട്. ക്രമേണ ക്ഷമ പാലിച്ച് ഈ മരുന്നുകൾ കുറച്ചു കൊണ്ടുവരുന്നതിനോടൊപ്പം പേരൻസ് ഡയറ്റും അവരുടെ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒരു ക്രോണിക് പ്രോബ്ലം അല്ലെങ്കിൽ ദീർഘനാളത്തെ ഒരു പ്രശ്നമാവാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് പക്ഷേ ഇത് ബിഹേവിയറൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ അല്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചർ സൈൻസ്? കോൺസ്റ്റിപ്പേഷനോടൊപ്പം പെർസിസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് പോവുക, 10 ദിവസത്തിലേറെ മോഷൻ പോവാതിരിക്കുക, അല്ലെങ്കിൽ സപ്പോസിറ്ററി വെച്ച് മാത്രം മോഷൻ പോവുക, കോൺസ്റ്റിപ്പേഷനോടൊപ്പം വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് കുറയുക, കൈക്കുഞ്ഞുങ്ങളിലെ കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം അബ്നോർമൽ ആണ്. കോൺസ്റ്റിപ്പേഷൻ കോമൺ ആണ്, പക്ഷേ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഏർലി ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് എപ്പോഴും സഹായകരമായിരിക്കും. പണിഷ്മെന്റ് അല്ല, പേഷ്യൻസിലാണ് പ്രധാനം. നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും.